ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്: സൃഷ്ടാവിനെ മാനിച്ച ചില യൗവനങ്ങൾ. സൃഷ്ടാവിനെ മാനിച്ച ചില യൗവനങ്ങൾ. ഏത് സാഹസവും ഏറ്റെടുക്കാൻ യുവത്വം തയ്യാറാണ്. സമ്പത്തിന് വേണ്ടി ഏത് ബിസിനസ്സും ഏത് റിസ്ക്കും അവരേറ്റെടുക്കും. ഈ യുവ കാലഘട്ടം എന്ന് പറയുന്നത് ഏറെ സൗന്ദര്യപ്രിയമുള്ള കാലഘട്ടം. സൗന്ദര്യം നേടിയെടുക്കാൻ ചെയ്തു കൂട്ടുന്ന സാഹസങ്ങൾ ആരോഗ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏതും ഏറ്റെടുക്കാൻ ഒരാവേശമാണ്. പ്രശസ്തിക്കായി, പ്രചാരത്തിനായി ഏത് കടുത്ത കാൽവെപ്പും ഈ പ്രായം ചെയ്യും. ഏത് പരീക്ഷണത്തിനും ഈ കൂട്ടർ തയ്യാറാകും. എന്നാൽ അത്രയൊന്നും സാഹസമില്ലാത്തത് ഒന്ന് പറയട്ടെ. നിന്റെ യൗവനകാലേ സ്രഷ്ടാവിനെ ഒന്ന് ഓർക്കാമോ? അത്രയേ ഉള്ളൂ. എൻ്റെ യൗവനകാലേ നിന്റെ സ്രഷ്ടാവിനെ ഒന്ന് ഓർക്കാമോ? സഭാപ്രസംഗി 12:1 നമ്മളോട് ഒരു വാഗ്ദത്തം പോലെ തരുന്നുണ്ട്. യൗവനകാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവനകാലം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് നാം ഭാരപ്പെടുന്നതിൽ കഥയില്ല. നഷ്ടപ്പെടാവുന്നൊരു കാലം മുൻകൂട്ടി കണ്ട് ഈ യൗവനം കർത്താവിനെ ഓർക്കാമോ എന്നാണ് ചോദ്യം. സഭാപ്രസംഗിയുടെ ജ്ഞാനിയിൽ ജ്ഞാനിയായവന്റെ കഠിനാധ്വാനം കൊണ്ട് നേടാനാകാത്തത് ഞാൻ പറയട്ടെ, നിന്റെ കൈക്കലാകും, നിന്റെ കൈപ്പിടിയിലാകും. സ്വപ്നം കാണാനാകാത്തത് സ്വായത്തമാകും. ഒരു സംശയവുമില്ല. ജീവിതം മാറി മറിയും. എല്ലാ കണക്കുകൂട്ടലുകളും അസ്ഥാനത്താകും. യെസ്, വിശ്വസിക്കാനാകുന്നില്ലേ? അല്ല, അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ചില ജീവിതങ്ങളെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്ന് കാണേണ്ടേ? വെറുതെ പറഞ്ഞു പോകുകയല്ല. അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിശദീകരിച്ചു തീർക്കാനാകില്ല. അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ജീവിതങ്ങൾ. ഒന്ന്, ദാനിയേൽ ഒരു അടിമപാലനാണെന്ന് ഓർക്കണം. യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുവരപ്പെട്ട ഒരു സ്വാതന്ത്ര്യത്തിനും വകയില്ലാത്ത ഒരു അടിമ. അന്നത്തെ കാലത്ത് അടിമ എന്നൊക്കെ പറയുന്നത് എത്ര കഷ്ട ജീവിതമാണെന്ന് ഓർക്കണം. ആ അടിമ ഉയർത്തപ്പെട്ട ഉയരങ്ങളൊന്നറിയണം. എന്തേ? ഒന്നേ പറയാനുള്ളൂ. 1-ാം അധ്യായത്തിന്റെ 8-ാം തിരുവചനത്തിൽ അവന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. അവന്റെ ഒരു കർത്താവിന് കൊടുക്കുന്നൊരു വാക്കുണ്ട്: ഒരു കാരണവശാലും തന്നെത്താൻ അശുദ്ധനാകുകയില്ല. ഒരു കാരണവശാലും തന്നിൽ ഒരു അശുദ്ധി വരുവാൻ താൻ സമ്മതിക്കുകയില്ല എന്നർത്ഥം. ഒരു പ്രലോഭന കാലം ദൈവപ്രഭയിൽ അവൻ കഴിച്ചുകൂട്ടി. എന്റെ കർത്താവിന്റെ മഹത്വം. ആ രാജ്യത്തിന്റെ ഒരു പശ്ചാത്തലം പറയട്ടെ. 120 സ്റ്റേറ്റുകളാണ് ആ രാജ്യത്ത്. 120 സ്റ്റേറ്റ്. 120 സ്റ്റേറ്റ് ഭരിക്കാൻ 120 ഗവർണർമാരുണ്ട്. ഈ 120 ഗവർണർമാർക്ക് മീതെയും 3 പ്രസിഡന്റുമാരുണ്ട്. ഈ 3 പ്രസിഡന്റുമാരെ കുറിച്ച് ബൈബിളിൽ ഒരു വാക്ക്: ദാനിയേൽ വാസ് ദ ഫസ്റ്റ് എമംഗ് ദ 3. ആ 3 പ്രസിഡന്റുമാരിൽ ദാനിയേൽ ഒന്നാമൻ. ആര്? അടിമയായ ദാനിയേൽ. എന്താ ദാനിയേലിന്റെ വിശേഷത? എന്ത് വിശേഷത? അവൻ മാനിച്ചു അവന്റെ സൃഷ്ടാവിനെ. എന്റെ ദൈവപൈതലേ, എന്തെല്ലാം ഗുണകരമായ കാര്യങ്ങൾ സ്വന്തമാക്കാൻ നാം എന്തെല്ലാം ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ വചനം പറയുന്നു, നിന്റെ ജീവിതം
നിന്റെ സൃഷ്ടാവിനെ ഓർക്കാൻ മാറ്റിവെക്കുക. രണ്ടാമത്തെ കഥാപാത്രം ദാവീദ്. യൗവനം കർത്താവിനെ ഏൽപ്പിച്ച രണ്ടാമത്തെ വ്യക്തി. കാട്ടിലെ ദംഷ്ട മൃഗങ്ങളുടെ മുന്നിൽ അവയെ കീറിക്കൊണ്ടാണ് വിജയം ആഘോഷിച്ചത്. ദൈവം കൊടുത്ത ഒരു അവസരം എന്തുകൊണ്ടാണെന്നറിയൂ? തന്നെ സ്നേഹിച്ചതിനാൽ. ഇത്രയും വലിയവനായ ഗോലിയാത്തിനെ വീഴ്ത്താൻ ഒരു കവണക്കല്ല്, പിന്നെ ഗോലിയാത്തിന്റെ വാളും, അത് മതിയായിരുന്നു. ജയം അവന്റെ സ്വന്തം. സാവൂളിനെ വരെ വാഴ്ത്തിയതിനേക്കാൾ കൂടുതൽ ലോകം അവനെ വാഴ്ത്തി എന്ന് ചരിത്രം. എത്തിയ ഉയരങ്ങളെ ആർക്ക് വർണ്ണിച്ചു തീർക്കാം? ആർക്ക് വിവരിച്ചു തീർക്കാം? സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ പാടിപ്പോകുമ്പോൾ ദാവീദിന്റെ വളർച്ച നമ്മൾ കാണുകയാണ്. മറ്റൊരു കഥാപാത്രം ഉൽപ്പത്തിയിലെ ജോസഫ്. ദൈവഭയമില്ലാത്ത കുടുംബത്തിൽ തന്റെ ഭക്തിയെ സാക്ഷിച്ചവൻ. എതിർപ്പുണ്ടായി, അത് ഉറപ്പ്. ചില പൊട്ടക്കുഴികൾ ഉണ്ടായി, ചില കാരാഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ ഉയർത്തപ്പെട്ടത് കൊട്ടാരത്തിലേക്കാണ്. അത് ഈജിപ്തിന്റെ കലവറയുടെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന ഈജിപ്തിന്റെ കൊട്ടാരത്തിലെ ഭക്ഷിമന്ത്രിയുടെ സ്ഥാനം. ദൈവവൈതലേ, കഥകൾ മാറി പറയും. ഒന്നും പ്രത്യേകമായി നീ ചെയ്യാനില്ല. നിന്റെ യൗവനകാലത്ത് ഒരു വാക്ക് നിന്റെ സൃഷ്ടാവിനോട് പറയൂ. ഒറ്റ വാക്ക് മറിയും കാര്യങ്ങൾ മാറി മറിയും. മറ്റൊരു കഥാപാത്രം സാമുവൽ. ദൈവഭക്തിയാൽ വളർന്നു. ദൈവം അവനെ മാനിച്ചു. തന്റെ ജനത്തിന്റെ ന്യായാധിപതിയാക്കി വെച്ചു. ന്യായാധിപതി. ഞാൻ വേഗതയിൽ കടന്നു പോട്ടെ. വേറെ കഥാപാത്രം ഒബദിയ. എത്ര പേർ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒബദിയ ആഹാബിന്റെ കലവറക്കാരനാണ്. ബാല്യം മുതൽ കർത്താവിനെ ഭയപ്പെട്ടവൻ, ദൈവജനത്തെ സ്നേഹിച്ചവൻ. അക്ഷരാർത്ഥത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ തിരുവചനത്തിൽ ഇങ്ങനെ ഒരു ധ്യാനചിന്തയുണ്ടല്ലോ: നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒബദ്യായുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിഫലത്തിന്റെ ആഴം എത്ര വലുത്! വേറെ കഥാപാത്രം പറഞ്ഞോട്ടെ, യോശിയ. ചെറുപ്പം മുതൽ മഹാഭക്തൻ, നേടിയതോ മഹാസമാധാനം. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ഈ യുവശക്തിയിൽ എന്റെ കർത്താവിന് സ്ഥാനമുണ്ടോ? നിന്റെ യുവചിന്തയിൽ കർത്താവിന് സ്ഥാനമുണ്ടോ? ഞാൻ പുതിയ നിയമത്തിലേക്ക് വരട്ടെ. പുതിയ നിയമത്തിൽ എന്റെ യേശു കർത്താവിന്റെ അമ്മ മറിയ തന്നെയും തനിക്കുള്ള സകലത്തെയും കർത്താവിന്റെ ദാസ്യത്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തവൾ. ജീവിതത്തിൽ ഏറിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും വിനയത്തിന്റെ വേഷം ധരിച്ചവൾ സ്വർഗം മാനിച്ചു. പറഞ്ഞോട്ടെ, എല്ലാത്തിനും അപ്പുറം എന്റെ യേശു കർത്താവിനെ, യുവത്വത്തിന്റെ വീരൻ. അവൻ നിന്റെ റോൾ മോഡലാണോ? ദൈവവൈതലേ, ലോകം മറക്കാത്ത വലിയ വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അവരും അവരുടെ സൃഷ്ടാവും തമ്മിലൊരു ബന്ധമുണ്ട്. അത് സത്യം. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിലെ നിന്റെ സൃഷ്ടാവിന്റെ സ്ഥാനം എന്താ? എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, നിങ്ങളുടെ മക്കളുടെ യൗവനം നിങ്ങളുടെ മുന്നിലൂടെ വളർന്നു പോകുകയാണ്. നിങ്ങളുടെ സ്വപ്നം അവരിലാണ്. കർത്താവിനെ നൽകാൻ, പ്രത്യേകിച്ച് അവരുടെ യൗവനകാലത്ത് കർത്താവിനെ നൽകാൻ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? തോൽക്കുകയില്ല, തളരുകയില്ല, നേടും. ജീവിതം തീർച്ച നേടും. ആർത്തിയോട് അവനിലേക്ക് വരാൻ ഇനി മടിക്കല്ലേ. ഒരുപാടൊന്നും നിനക്ക് ചെയ്യാനില്ല. അതിനായിട്ട് ഒരു വാക്ക് പറയുന്നു, അത്രയുള്ളൂ. കർത്താവേ, ഞാൻ നിന്റെ വക. ഈ യുവകാലയളവിൽ ഞാൻ നിന്റെ വക.
സ്വർഗത്തിലെ വലിയ ദൈവം നമ്മെ അനുഗ്രഹിക്കും.